സഹൃദയരെ, നിങ്ങൾക്ക് മുമ്പിൽ സെൻറ് ആൻ്റണി യൂണിറ്റ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു. യൂണിറ്റ് ആനുവൽ ഡേ സെലിബ്രേഷൻ സ്കിറ്റ് റിഹേഴ്സൽ. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഈ സ്കിറ്റ് തീരും വരെ സ്റ്റേജിന് മധ്യത്തിലും ഇരുവശങ്ങളിലുമുള്ള എല്ലാ വഴികളും പള്ളിയുടെ മെയിൻ ഗേറ്റും പൂർണ്ണമായി തുറന്നിടണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഒന്നിനല്ല, എന്തെങ്കിലും വന്ന് ഇറങ്ങി ഓടാനാണേ. നിങ്ങൾ എന്താ കാണുന്ന കുട്ടികളെ? ഓ, കാർട്ടൂണോ? എന്താ നിങ്ങളുടെ ഇത്രയും പ്രിയപ്പെട്ട കാർട്ടൂൺ? എനിക്ക് ഡോറ ബുജ്ജി ഇഷ്ടാണ്. പിന്നെ മാഷ് ആൻഡ് ബെയർ, കൊക്കോമെലൻ, പെപ്പ പിഗ് ഇഷ്ടം. എനിക്ക് ഈ കാർട്ടൂൺ ഒന്നും അറിയില്ല മക്കളെ. ഞാൻ നിങ്ങൾക്കൊരു വിശുദ്ധൻ്റെ കഥ പറഞ്ഞു തന്നാലോ? ഒരുപാട് പണ്ടത്തെ കഥയാട്ടോ. 12-ാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ മജിസ്ട്രേറ്റ് ആയിരുന്ന ഡോൺ മാർട്ടിനോയ്ക്കും ഡോണ തെരേസയ്ക്കും ഒരു മകനുണ്ടായത്. ഫെർണാണ്ടോ എന്ന് അവർ അവന് പേരുമിട്ടു. വലുതായപ്പോൾ അവന് വൈദികനാവണമെന്ന് ഭയങ്കര ആഗ്രഹം. വൈദികൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? എനിക്കറിയാം, പ്രീസ്റ്റ്. മിടുക്കൻ. പ്രീസ്റ്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ പാരൻസ് ആദ്യം സമ്മതിച്ചില്ല. കാരണം അടുത്ത മജിസ്ട്രേറ്റ് ആവേണ്ട ആളല്ലേ. വൈദികനായത് എങ്ങനെയാ അവർ ചോദിച്ചു. പക്ഷെ ഫെർണാണ്ടോയുടെ വാശിക്ക് മുമ്പിൽ അവസാനം അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഫെർണാണ്ടോ അന്തോനീസ് അച്ഛനായി മാറി. അന്തോനീസ് അച്ഛൻ ആദ്യം അഗസ്റ്റീനിയൻ സഭയിലും പിന്നെ ഫ്രാൻസിസ്കൻ സഭയിലുമാണ് ചേർന്നത്. ഒരു തവണ മൊറോക്കോയിലേക്ക് പോകും വഴി ഒരു കപ്പൽ അപകടത്തിൽ അന്തോനീസ് അച്ഛൻ ഇറ്റലിയിൽ എത്തിച്ചേർന്നു. പിന്നെ അന്തോനീസ് അച്ഛൻ്റെ സുവിശേഷ വേല അവിടെയായിരുന്നു. ഇറ്റലിയിൽ ബോണിലോ എന്നൊരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ എത്തിസ്റ്റ്. അദ്ദേഹം അന്തോനീസ് അച്ഛനെ ചലഞ്ച് ചെയ്തു. ആ ചലഞ്ച് എന്താണെന്നോ? ഹോളി യൂക്കറിസ്റ്റിൽ ഈശോയുടെ പ്രസൻസിനെ കുറിച്ചായിരുന്നു ആ ചലഞ്ച്. അന്തോനീസ് അച്ഛൻ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഫുഡൊന്നും കൊടുക്കാതെ ഒരു ഡോങ്കിയെ കെട്ടിയിട്ടു. 2 ദിവസം കഴിഞ്ഞ് ഒരു സൈഡിൽ പുല്ലും വെള്ളവും മറ്റേ സൈഡിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചും വെച്ച് ഡോങ്കിയെ അഴിച്ചു വിട്ടു. നല്ല പട്ടിണി കിടന്ന കഴുതയല്ലേ, ഓടിപ്പോയി ഫുഡ് കഴിക്കുന്ന എല്ലാവരും വിചാരിച്ചത്. എന്നാൽ കഴുത എഴുന്നള്ളിച്ചു വെച്ച പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ മുട്ടുമടക്കി ഈശോയെ നമസ്കരിച്ചു. ബോണിലോയ്ക്ക് അത്ഭുതമായി. അദ്ദേഹം അനുതപിച്ച് വിശ്വാസം സ്വീകരിച്ചു. വേറെയും ഒരുപാട് അത്ഭുതങ്ങൾ അന്തോനീസ് അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുക, ഒരേ സമയം 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക, ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വേറൊരവസരത്തിൽ പറഞ്ഞു തരാം കേട്ടോ. അന്തോനീസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ 31-ാമത്തെ വയസ്സിലാണ് സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നത്. 1232 സഭ അദ്ദേഹത്തെ വിശുദ്ധ അന്തോനീസാക്കി, അതായത് സെയിൻഹുഡിലേക്ക് ഉയർത്തി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ അന്തോനീസിൻ്റെ നാവ് ഇപ്പോഴും ഡീകമ്പോസ്ഡ് ആവാതെ ഇറ്റലിയിലെ പാതുവയിലുണ്ട്. അങ്കിള്, എല്ലാ ഫോട്ടോയിലും എന്തിനാ സെന്റ് ആന്റണി ഉണ്ണീശോനെ ഹോൾഡ് ചെയ്യുന്നത്? ഓ, അതോ. ഒരു തവണ ടിസോ പ്രഭുവിൻ്റെ അതിഥിയായി അന്തോനീസ് അച്ഛൻ പ്രഭുവിൻ്റെ വീട്ടിൽ പോയി. ഒരുപാട് രാത്രിയായപ്പോൾ അന്തോനീസിൻ്റെ മുറിയിൽ നിന്നൊരു ദിവ്യപ്രകാശം കണ്ടു. അത് കണ്ട് പോയി നോക്കിയ ടിസോ പ്രഭു കണ്ട കാഴ്ച എന്താ? അന്തോനീസ് അച്ഛൻ്റെ കയ്യിലിരുന്ന് കളിക്കുന്ന ഉണ്ണീശോ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വിശുദ്ധ അന്തോനീസിൻ്റെ ചിത്രത്തിൻ്റെ ചരിത്രം. അന്തോനീസ് പുണ്യവാളൻ്റെ കഥയൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇനി നിങ്ങൾ പോയി കളിച്ചോട്ടോ. അമ്മേ, ദാ വാട്സപ്പിൽ റിമൈൻഡർ മെസ്സേജ് വന്നത് ശ്രദ്ധിച്ചില്ലേ? ഇന്ന് നമ്മുടെ യൂണിറ്റിന്റെ ആനുവൽ ഡേക്കുള്ള ഫൈനൽ പ്രാക്ടീസ് ഉണ്ട്. നമുക്ക് പോവണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നു. എല്ലാരും വേഗം റെഡി ആയിക്കേ. ചേച്ചി, ഞങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വരുമോ?
പിന്നല്ലാതെ എല്ലാവരും വരും. ഒരു സ്കിറ്റിൻ്റെ പ്രാക്ടീസ് എന്നും പറഞ്ഞ് കുറേ നേരമായി ഞാനിവിടെ വള്ളിയും ചുറ്റി നിൽക്കുന്നു. ഒരുത്തന് പോലും ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനായിട്ടില്ല. ആ വന്ന് ആ സണ്ണിക്ക് പോലും ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതായി. എന്തൊക്കെയായിരുന്നു എന്നെ പിടിച്ച് ലീഡറാക്കുമ്പോൾ അവൻ്റെ ഡയലോഗ്? ചേട്ടനൊന്ന് വെറുതെ നിന്നാൽ മതി, ഇരുന്നാൽ മതി. എന്നിട്ടിപ്പോഴോ അവനെയും കാണാനില്ല. അവൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി നോക്കാമല്ലോ. ആ സണ്ണി, താൻ എവിടെയാടോ? എത്ര നേരെ തന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഒന്ന് വേഗം വായോ. ഇനി ആരെയാ വിളിക്കുക? ജോണീനൊന്ന് വിളിച്ചാലോ? അയ്യോ വേണ്ട, കഴിഞ്ഞ മാസം അവൻ്റെ വീട്ടിലായിരുന്നു കുടുംബസമ്മേളനം. എന്നിട്ട് എന്തുണ്ടായി? ആരും വന്നില്ല. ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്, അവൻ്റെ കുടുംബമുണ്ട്. അവൻ പറയാത്തതൊന്നും ഇനി ബാക്കിയില്ല, ഞാൻ കേൾക്കാനും ബാക്കിയില്ല. എന്നിട്ട് എന്തുണ്ടായി? അവൻ പലഹാരം മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് പൊതിഞ്ഞു തന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഒരാഴ്ച എനിക്ക് വേറെ പലഹാരം ഒന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. ഓ, ആരോ വരുന്നുണ്ടല്ലോ. ഓ, തോമസ് മരിയ എത്തി, നന്നായി. ആ തോമസേ, നമുക്ക് ഉള്ളിലോട്ട് പോയി സ്കിറ്റ് പ്രാക്ടീസ് തുടങ്ങാം. ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. ആരടാ ഇവൻ? ഇവൻ ഏതാ? ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ, ജാടത്തേണ്ടി. അപ്പോ എന്താ നമ്മുടെ പ്ലാൻ? കമോൺ ബോയ്സ്, ഒരു ഡാൻസ് സെറ്റാക്കാം. இறங்கி வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு மணிக்கா வெல்லுச்சி எதிர்த்தா எனர்ജി തലയെ അതെ, ഡാൻസ് തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും നോക്കി പിടിച്ചോ. ഈ സ്റ്റെപ്പ് കാണിക്കടാ, പോരട്ടെ, അങ്ങോട്ട് പോരട്ടെ. ഇതെന്തുവാ? പാടത്ത് കാക്കി ഓടിക്കാൻ വെച്ചേക്കുന്ന കോലങ്ങളോ? ഡാൻസ് ചെയ്യുമ്പോ എക്സ്പ്രഷൻസ് വേണം, കോലങ്ങൾ പോലെ ഇങ്ങനെ നിൽക്കരുത്. എന്റെ അമ്മോ, ഇതൊന്നും ഡാൻസ് അല്ല, കാർഡിയാക് എക്സസൈസ് ആണ്. കുറച്ച് സിമ്പിൾ സ്റ്റെപ്പുകൾ ഇടാൻ പറ്റുമോ? അതെ, മ്യൂസിക് കേട്ടാൽ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ടങ്ങ് കുലുങ്ങണം, അത്രേ ഉള്ളൂ. ഈ മ്യൂസിക് നിർത്തൂ, ഓഡിയൻസിനെ രക്ഷിക്കൂ. സ്റ്റെപ്പ് എത്തിയാലും ഒരു പ്രശ്നമില്ല, ആത്മവിശ്വാസം അത് കയ്യിൽ പോകരുത്. നിന്റെ ഡാൻസ് കണ്ടപ്പോ മ്യൂസിക് സ്പീക്കർ പോലെ അടിച്ച് ഓഫായി പോയി. അതെ, ഞാൻ ഡാൻസ് മാസ്റ്റർ ആണ്, ഡാൻസ് മാസ്റ്റർ. അതെ, ഡാൻസ് മാസ്റ്റർ തന്നെ പ്രശ്നം ഇപ്പൊ മനസ്സിലായി. ഇത് വെറും റിഹേഴ്സലാണ്, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആകല്ലേ. അത് മനസ്സിലായി. ഇത് പെർഫോമൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ ആംബുലൻസ് വർക്ക് ചെയ്യേണ്ടി വന്നേനെ. അല്ല, ലീഡർ ഇവിടെ ചായയും വടിയും കിട്ടിയില്ലല്ലോ. ശരിയാ, ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ ഉഷാറായനെ. ലീഡർ ഇവിടെ ഒരു ചായ കുടിച്ചിട്ടാവും ബാക്കി. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക്. അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ ഒരു സ്ഥലത്തും ചായയില്ല, ഗ്യാസിന്റെ ഷോർട്ടേജ് ഭയങ്കര പ്രശ്നമാണ്. എന്നാ വണ്ടി വിടല്ലേ? എല്ലാരും കൂടെ എവിടെ പോവാണെന്നേ? ഗ്രൂപ്പ് സോങ് കൂടെ പ്രാക്ടീസ് ചെയ്യണ്ടേ? അവിടെ നിക്ക്. എന്തായാലും ഡ്രസ് കോഡ് നേരത്തെ സെറ്റ് ആക്കിയതുകൊണ്ട് ഇനി അതിന്റെ ടെൻഷൻ ഇല്ലല്ലോ.
മനോഹരമായ ഈ സായം സന്ധ്യയിൽ എളിയ കലാകാരന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളോടൊപ്പം ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ കൂടിയാണ് അരങ്ങേറുന്നത്. സൗഹൃദങ്ങളും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകുന്നതിനും കുടുംബവിശ്വാസ സാമൂഹിക ജീവിതത്തിൽ കൈത്തിരിയാകാനും ഈ കൂട്ടായ്മ നമ്മളെ പ്രാപ്തരാക്കട്ടെ. എങ്ങും നന്മയും ലോകം മുഴുവൻ ശാന്തിയും നിറയട്ടെ. നന്ദി, നമസ്കാരം.